ഇന്ത്യയും പാകിസ്ഥാനും സൈനിക നടപടികൾ നിർത്താൻ തീരുമാനിച്ചതും യുഎസും ചൈനയും പരസ്പരം ഏർപ്പെടുത്തിയ താരിഫുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി കരാറിലെത്തിയതിന്റെയും പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി 3.82% ഉയർന്ന് 24,924 ക്ലോസിംഗ് നൽകിയത്. IT, മെറ്റൽ, റിയാലിറ്റി, ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിൽ മികച്ച ബൈയിങ് മൊമെന്റം പ്രകടമായി. 2024 ജൂൺ മാസത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച ഇൻട്രാഡേ പെർഫോമൻസ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയത്. പഹൽഗാം തീവ്രവാദത്തിന് പ്രതികാരമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആവുകയും ചെയ്തു. പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുകയും കൂടാതെ യുഎസും ചൈനയും പരസ്പരം ഏർപ്പെടുത്തിയിരുന്ന താരിഫുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ജനീവ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ മികച്ച ബൈയിങ് മൊമെന്റം വന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ഥിരമായ ബൈയിങ്ങും മാർക്കറ്റിൻ്റെ പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തുന്നതിന് പിന്നിലെ ഒരു പ്രധാന ഫാക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജനീവ കൺവെൻഷനിൽ അല്ലെങ്കിൽ ജനീവയിൽ നടന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള തീരുവ 145% നിന്ന് 30% കുറയ്ക്കാനും US ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള തീരുവ 125% നിന്നും 10% കുറയ്ക്കാനും ചൈനയും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. HCL ടെക്, ടാറ്റ സ്റ്റീൽ, ടെക് മഹീന്ദ്ര, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, NTPC, റിലയൻസ് ഇൻഡസ്ട്രീസ്, ബജാജ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഡസൻഡ് ബാങ്കും സൺ ഫാർമയുമാണ് പ്രധാനമായും ഇന്ന് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിലും ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും 4% ഉയർന്നു. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, പൊതുവെ ഏഷ്യൻ മാർക്കറ്റിൻ്റെയും യൂറോപ്യൻ മാർക്കറ്റിൻ്റെയും പെർഫോമൻസ് മികച്ചതായിരുന്നു. പാകിസ്ഥാൻ്റെ ഇൻഡെക്സ് 9% ഉയർന്നപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ കൊറിയയുടെയും ജപ്പാന്റെയും ഇൻഡെക്സ് 2% മുകളിലേക്ക് എത്തുകയും യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ ക്രൂഡിൻ്റെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. ക്രൂഡിൻ്റെ വില 2.88% ഉയർന്ന് $65.75 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 2021 ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച ഇൻട്രാഡേ പെർഫോമൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയിരിക്കുന്നത്. ഈ ബൈയിങ് മൊമെന്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പ്രീവിയസ് വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 24,350 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ ഏത് കറക്ഷൻ വന്നാലും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. 24,924 ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 25,207 ആയിരിക്കും ഇനി പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 24,857, 24,589 തുടങ്ങിയവയാണ് ഇനിയുള്ള മാർക്കറ്റിൻ്റെ രണ്ട് പ്രധാന സപ്പോർട്ട് ലെവലുകൾ. 24,857 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും അതിനുശേഷം 24,589 സെക്കൻഡ് സപ്പോർട്ടും അതിനുശേഷം വരുന്ന സപ്പോർട്ട് 24,350 ഹയർ സൈഡിൽ 25,207 പ്രധാന റെസിസ്റ്റൻസ്. 25,207 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 25,350, 25,750 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻ്റാണ് വരും സമയങ്ങളിൽ വരാനിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 26,277 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും നിഫ്റ്റി 21,743 ഇടിഞ്ഞിരുന്നു. അതിൻ്റെ 76% റിട്രേസ്മെൻറ്റ് ലെവലായിരുന്നു 24,590. ഈ 24,587 ഈ റിട്രേസ്മെൻറ്റ് ലെവലായിരിക്കും മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാന സപ്പോർട്ടായി വരും സമയങ്ങളിൽ പ്രവർത്തിക്കുക. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് SRF. ഇന്ന് 3,011 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 89,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 77.85, ഡിവിഡൻഡ് yield 0.28%. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതാണ് കമ്പനി നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം. SRFിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 526 കോടിയായി ഉയർന്നു. കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ 422 കോടി രൂപയുടെ, കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ 4ൽ 422 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത്. അവിടെ നിന്നും പ്രോഫിറ്റ് 526 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 467 കോടി രൂപയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. റവന്യൂ 21% വർദ്ധിച്ച് 3,570 നിന്നും 4,313 കോടിയിലേക്കെത്തി. 4,059 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 37% വർദ്ധിച്ച് 696 കോടിയിൽ നിന്നും 957 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 19% നിന്നും 22% ഉയരുകയും ചെയ്തു.
സെഗ്മെന്റൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കെമിക്കൽ ബിസിനസ്സിൽ 30% വളർച്ച കൈവരിച്ചു. 1816 കോടിയിൽ നിന്നും 2355 കോടിയിലേക്ക് കെമിക്കൽ ബിസിനസ്സിലെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 50% വർദ്ധിച്ച് 478 കോടിയിൽ നിന്നും 748 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെൻറ്റിൽ സ്ട്രോങ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്. ഡിമാൻഡ് വർദ്ധിച്ചതാണ് സ്ട്രോങ് പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം. ഫ്ലൂറോ കെമിക്കൽ ബിസിനസ്സിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. റെഫ്രിജറൻസിൻ്റെയും റൂം എയർ കണ്ടീഷണേഴ്സിൻ്റെയും ഡിമാൻഡ് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റെഫ്രിജറൻ്റ് ഗ്യാസിൻ്റെ സെയിൽസും വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിലിംസ് ആൻഡ് ഫോയിൽ സെഗ്മെൻറ്റിൽ കമ്പനിയുടെ റവന്യൂ 19% വർദ്ധിച്ച് 1412 കോടിയിൽ നിന്നും 1182 കോടിയിൽ നിന്നും 1412 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. സെഗ്മെന്റൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 216% വളർച്ച കൈവരിക്കുകയും 33 കോടിയിൽ നിന്നും 105 കോടിയിലേക്ക് ഫിലിം ആൻഡ് ഫോയിൽ സെഗ്മെന്റിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരുകയും ചെയ്തു. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ കമ്പനിയുടെ റവന്യൂവിൽ 2% ഇടിവ് വന്നിട്ടുണ്ട്. 469 കോടിയിൽ നിന്നും 458 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 43% ഇടിഞ്ഞ് 70 കോടിയിൽ നിന്നും 40 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അതർ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂവിൽ 18% ഇടിവ് വന്നു. 106 കോടിയിൽ നിന്നും 87 കോടിയിലേക്ക് എത്തി. SRF എന്ന കമ്പനി കോട്ടഡ് ഫാബ്രിക്സ്, കെമിക്കൽ, റെഫ്രിജറൻ്റ്, ഗ്യാസസ് തുടങ്ങിയ സെഗ്മെൻറ്റിലെ ലീഡർഷിപ്പ് പൊസിഷനുള്ള ഒരു കമ്പനിയാണ്. ഡൈവേഴ്സിഫൈഡ് ബിസിനസ് പോർട്ട്ഫോളിയോ ഉള്ള കമ്പനിയാണ്. കൂടാതെ സ്ട്രോങ് ഫണ്ടമെൻറ്റൽസ് ഉള്ള കെമിക്കൽ സെക്ടറിൽ ബിലോങ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിങ്ങിന് പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് SRF എന്ന സ്റ്റോക്കിനെ കാണാൻ സാധിക്കും. 3100 റെസിസ്റ്റൻസ് ആണ്. 3000-അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2025 മാത്രം 3 പ്രാവശ്യം ഈ 3000 എന്ന റെസിസ്റ്റൻസിനടുത്തേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ SRF എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ദീർഘകാലമായി 3000 എന്ന റേഞ്ചിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ അപ്സൈഡ് മൊമെൻറ്റം വന്നേക്കാം.